സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതൊരു HCF ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് HCF ഓഫ് 6:11 പ്ലസ് 16:11, 6:13 പ്ലസ് 16:13, 6:15 പ്ലസ് 16:15 ആണ്. നമ്മളിത് എഴുതുന്നതിനൊന്നും വലിയ തത്വങ്ങളോ ഒന്നും തന്നെ വേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ നമുക്കിത് LCM ആൻഡ് HCFൻ്റെ ഒരുപാട് റൂൾ ഉപയോഗിക്കണമെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ക്ലിയർലി ഇത് ചെയ്യാൻ യാതൊരു സമയവും ആവശ്യമില്ല. നമ്മൾ ഈ കാണുന്ന ബേസ് 2 നമ്പറുകൾ 6ഉം 16ഉമാണ്. അത് പ്ലസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 22ആണ്. ദാറ്റ് ഷുഡ് ബി ദ ഫൈനൽ വാല്യൂ. ഫൈനൽ ആൻസർ അതാണ്. HCF അത്ര മാത്രമേ ഉള്ളൂ, അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്താണ് ലോജിക്? A³ പ്ലസ് B³ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A പ്ലസ് ബി ഇൻറ്റു A² മൈനസ് AB പ്ലസ് B² ആണ്. അതുപോലെ തന്നെ A⁵ പ്ലസ് B⁵ എക്സ്പാൻഡ് ചെയ്താലും ആദ്യം A പ്ലസ് ബി തന്നെയാണ്. A⁹99 പ്ലസ് B⁹99 എക്സ്പാൻഡ് ചെയ്താലും A പ്ലസ് ബി തന്നെയായിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്. ഏത് പവർ വന്നാലും അതിന് ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, ബേസായ എയും ബിയും പ്ലസ് ചെയ്യുന്നത്. ആ ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. HCF കാണാൻ വേറെ ഒന്നും വേണ്ട, ബേസ് നമ്പർ മാത്രം പ്ലസ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നാലും, ഫോർ എക്സാമ്പിൾ 7:11 പ്ലസ് 17:11, 7:19 പ്ലസ് 17:19, 7:99 പ്ലസ് 17:99, HCF എന്താണ്? 7ഉം 17 കൂട്ടി വെക്കുക, 24ആണ്. അതിന് വേറെ മാറ്റമൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ HCF 24 ആയിരിക്കും. ദാറ്റ്സ് ഇനഫ്. അത്രയേ ഉള്ളൂ.